ലോകത്ത് മനുഷ്യൻ മാത്രം പോരാ, നമ്മളോടൊപ്പം എന്തെല്ലാം വേണം? ഈ സർവ്വചരാചരങ്ങളും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ ഈ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നമ്മളൊരു ദിവസം കാര്യം ചോദിക്കും, കാക്കയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാക്ക എന്താണ് ഇതിന്റെ പ്രാധാന്യം? നമ്മൾ ഈ കഴിക്കുന്ന മുഴുവൻ ഭക്ഷണ പദാർത്ഥവും വേസ്റ്റ് വൃത്തിയാക്കുന്ന ഏതാണ്? കാക്കയാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ ശുചിത്വ മിഷന്റെ ലോകമായിട്ട് എന്താണ് ഒരു കാക്കയുടെ പടമാണ് അല്ലേ? നമ്മൾ വെറും നിസാരമായി കണക്കാക്കുന്ന കാക്കയാണ് അല്ലേ? നമ്മൾ തള്ളുന്ന എല്ലാ വേസ്റ്റുകളും അത് വൃത്തിയാക്കി നമ്മുടെ പരിസരം വൃത്തിയാക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് ഈ കാക്കയ്ക്കില്ലേ? പരിസ്ഥിതി ദിനമാണ്. നമ്മളെ വൃക്ഷങ്ങളെ സംരക്ഷിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. അല്ലെങ്കിൽ നമുക്കിപ്പം എല്ലാ നമ്മുടെ PTA പ്രസിഡന്റ് പറഞ്ഞായിരുന്നു, ചൂട് കൂടുന്നുണ്ട്, പിന്നെ വൃക്ഷങ്ങളൊന്നും വെട്ടിക്കളയരുത്. നമുക്ക് എല്ലാ ക്ലാസ്സിലും ഓരോ പാഠങ്ങളും ഉണ്ട്, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാം. എല്ലാത്തിനും ദിനമാണ്. അപ്പം പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേക ദിനങ്ങളുണ്ട്, അത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. മാർച്ച് 22 അന്താരാഷ്ട്ര ജലദിനം. ജലം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാം ആചരിക്കുന്ന ഒരു ദിനമാണ് ഏതാ? അന്താരാഷ്ട്ര ജലദിനം. പിന്നെ വനദിനമുണ്ട്, മാർച്ച് 23 വനദിനം. വനദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? വനങ്ങൾ സംരക്ഷിക്കണം. മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചാൽ എന്താ കുഴപ്പം? നമ്മുടെ ചൂട് കൂടുമല്ലേ? ഇപ്പൊ എല്ലാരും പറഞ്ഞു ചൂട് കൂടി ആഗോളതാപനം ഉണ്ടാവും. ഇപ്പൊ തന്നെ ആഗോളതാപനം ഉണ്ട്. അപ്പൊ ആഗോളതാപനത്തിന്റെ ഭാഗമായിട്ട് ഓസോൺ പാളിക്ക്, നമ്മുടെ ഈ മേഘത്തെ മേളിലൊരു പാളിയുണ്ട്, ആ പാളിക്ക് വിള്ളലുണ്ടാവും. അപ്പൊ എന്താ ചെയ്യും? സൂര്യന്റെ ചൂട് നേരിട്ടിങ്ങി വരും. ഇപ്പൊ ഒരു തടയായിട്ട് ഇങ്ങനെ ഓസോൺ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഓസോൺ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് സൂര്യന്റെ ചൂട് നേരിട്ട് നമ്മുടെ ശരീരത്തെ കേൾക്കാത്തത്. അപ്പൊ നേരിട്ട് സൂര്യന്റെ ചൂട് വന്ന എന്താ? വെള്ളം എല്ലാം പറ്റിപ്പോവും, മരങ്ങളെല്ലാം നശിച്ചു പോവും, നമുക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റത്തില്ല, നമ്മുടെ ശരീരമൊക്കെ പൊള്ളും. അങ്ങനെ പല പല കാര്യങ്ങൾ ഈ ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാകുന്നതുകൊണ്ട് ഉണ്ടാവും. അതെങ്ങനെ ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാവുന്നേ? ഈ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ കൂടുതലായി ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഈ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ വ്യാപിച്ച് ഈ വായു മൊത്തം മലിനമായി ഈ ഭൂമിയുടെ ഓസോൺ പാളി നശിച്ചു. അപ്പൊ ഈ ഓസോൺ പാളി നശിക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നേ? ഞാൻ റെഡിയാണോ? എന്റെ നാടിനോടും സമൂഹത്തോടും ഞാൻ ജീവിക്കുന്ന പരിസ്ഥിതിയോടും ജീവന്റെ ഉറവിടമായ ഭൂമിയോടും ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള